നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല, നമ്മളൊരു സങ്കടം അനുഭവിക്കുന്നുണ്ടാവില്ല, നമ്മൾ അങ്ങനെ ഒരു ക്രോധത്തിന് ഇരയാവുന്നുണ്ടാവില്ല. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാളുകളിലുണ്ടായ സങ്കടങ്ങളോ ദുരന്തങ്ങൾക്കോ എല്ലാം കാരണം ഇതാണോ എന്ന് അച്ഛൻ അറിയില്ല. അങ്ങനെ പ്രവചിക്കാനുള്ളൊരു വരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ചൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ക്രോധം മാറണമെങ്കിൽ ആരാധന അർപ്പിച്ചേ മതിയാവും. ഈ ഉണ്ടായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, സകല പ്രശ്നങ്ങളും, സമൂഹത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടായതായിരിക്കാം. പിശാചിന്റെ ഒരു സർവാധിപത്യം അവൻ കാണിച്ചതായിരിക്കാം. പക്ഷെ അതെല്ലാം മാറാനും, കർത്താവിൻ്റെ ക്രോധം മാറാനും, കർത്താവ് വീണ്ടും കരുണ ചൊരിയാനും ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുക. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇപ്പൊ ചെയ്യേണ്ട ഏറ്റവും വലിയ സുവിശേഷ ശുശ്രൂഷ മക്കളെ, ഈശോയുടെ മുമ്പിൽ അവിടെ ആരാധിക്കുക, കർത്താവിനെ ആരാധിക്കുക. നമ്മുടെ കുറെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങളിപ്പോൾ ആരാധന എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിന്ന് മക്കൾക്ക് പരീക്ഷ പാസ്സാവാൻ വേണ്ടി, ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതിനെ അല്ല ആരാധന എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ യാചന നിങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു, നല്ലതാണ്, നമുക്ക് വേറെ ആരുടെ അടുത്ത് ഇത് പോയി പറയാനില്ല. പക്ഷേ ഒരു നിയോഗം പോലും ഇല്ലാതെ ഇതെൻ്റെ ദൈവമാണ്, ആ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ശുദ്ധമായ മനസ്സോടെ, ഒരു നിയോഗമില്ല, എൻ്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ 10 മിനിറ്റ് ഇരുന്നോ, അതാണ് സ്വർഗം കണക്കിലെടുക്കുന്നത്.